അച്ഛേ എന്നാ തുടങ്ങിക്കോ. കുഴി കുത്താൻ തുടങ്ങി മക്കളെ. പഴയ കുഴിയുടെ അളവ് 2.5 അടി വീതിയും 2.5 അടി വ്യാസവും കേട്ടോ. അപ്പൊ നമ്മള് കുഴി ഏറെക്കുറെ തീർന്നു കിടക്കുവോ. ഇനി അത് ഇളക്കണം. ചൊവ്വ ഇത് ഇങ്ങനെ ഇളക്കണം. ചാത്ത് തീർക്കുമ്പോ പാട് താഴണം. കല്ലില്ലാതെ നിരത്തണം കുഴി എടുത്തിട്ട്. കുഴി ഇത്രേ കിടക്കണം. ഇവിടെ കൂടുതൽ വരുന്ന മണ്ണ് കോരിക്കളയണം. ഇനി കുഴി കുത്തണം കൈത്തോടെ. അകത്തെ കുഴിക്ക് എത്ര അടി താഴ്ച വേണം അച്ഛേ? അത് നമ്മൾ വെക്കുന്ന തട്ടാത്തായി അതിന്റെ അനുസരിച്ച്. ഇപ്പൊ കുഴി കുത്തിയിട്ടിരിക്കുക. ഇപ്പൊ ഇതിനകത്തോട്ട് ഇപ്പൊ വളം വേറെ ഇടുന്നില്ലാത്തതുകൊണ്ട് നല്ല മേമണ്ണ് ഒരിടുക കേട്ടോ. ഇങ്ങനെ മേമണ്ണ് ഇട്ട് കൊടുക്കണം. അതാണ് അതിന്റെ വളം ഈ വർഷത്തെ. ഇനിയിപ്പൊ തൈ വെക്കാനുള്ള ഒരുക്കുക. നമ്മളിങ്ങനെ ഒരു കുറ്റി വെക്കും ഉറച്ച് നിൽക്കാൻ വേണ്ടി. കുറ്റി ആ കുഴിയുടെ അടുത്തോട്ട് ചാഞ്ഞ് നിൽക്കണം. തൈ വെക്കാൻ പോവാണേ. ഇപ്പൊ കണ്ടുപിടിച്ചു. അച്ഛേ ഇത് ഏതാ ഇനം? റെയിൻബോൾട്ട് എന്ന് പറയുന്ന തൈയാണോ പറയുന്നത്. ഞങ്ങളൊക്കെ വെക്കുമ്പോൾ 2-3 തൈയുള്ളൂ. നാടൻ തൈ, മൈസൂർ വെക്ക, മൈസൂർ, ഇങ്ങനെ 3 തൈയാണ് ഞങ്ങൾ അന്നത്തെ കാലത്ത് വെച്ചോണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഒരു തൈ കുടിക്കാത്ത ഈ തൈ ഇനി കുടിക്കാത്തൊന്ന് കയറണമെങ്കിൽ ഒരു 3 വർഷമെങ്കിൽ ഈ തൈ കയറണമെങ്കിൽ കരയ്ക്ക് വരണമെങ്കിൽ അതുവരെ കുടിക്കാത്ത ഈ തൈ നിൽക്കും. ഇനിയിപ്പോൾ ഓരോ വർഷങ്ങളും നമ്മൾ ഈ സൈഡ് ഇങ്ങനെ അരിഞ്ഞ് കൊടുത്ത് ചവിട്ടി വേണ്ടുന്ന മണ്ണിടും. ഇത്രയാണ് അന്നത്തെ കാലത്ത് ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്ന തൈയുടെ അളവ്. കൊറ്റ ഇങ്ങനെ ചപ്പിടും പെട്ടെന്ന് വേരടിക്കാനും പെട്ടെന്ന് മഴവെള്ളം മണ്ണ് കയറി ഇതിൽ ചവിട്ടി മണ്ണ് ഒലിച്ച് വന്ന് ഇറങ്ങി ചുവടിലോട്ട് അടുക്കാതിരിക്കാനുമായി ചപ്പിടുന്നത്. ഇങ്ങനെയൊക്കെ അന്നത്തെ ഞങ്ങളുടെ തൈവെപ്പ്.